ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘയുടെ ചന്ദ്രനച്ചൻ പറയാണ്, അതുകൊണ്ട് തന്നെ മനീഷിനെ നീ നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. നീ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളല്ലെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു. നീ അങ്ങോട്ട് നീ വളരെ സൂക്ഷിക്കണം മോളെ. അതുപോലെ ഒന്നുമില്ലാത്തവനെ കല്യാണം കഴിച്ചിട്ട് നീ നിന്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ പോവുകയാണോ? അപ്പോൾ സിദ്ധുവിനെ പോലെ ഒരുത്തനെ കല്യാണം കഴിച്ചിട്ട് നീ നിന്റെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പോകുന്നു. എന്തോ സിദ്ധുവിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് മനീഷിനെ മാത്രം വിവാഹം കഴിക്കും എന്ന് പറഞ്ഞതുപോലെയാണല്ലോ അച്ഛൻ്റെ സംസാരം. സിദ്ധാർത്ഥനെ വിവാഹം കഴിക്കില്ലെന്ന വാശിയിലല്ലേ? എനിക്കെങ്ങനെ അവനെ വിവാഹം കഴിക്കാനായിട്ട് നിർബന്ധിക്കാൻ പറ്റും? ഞാൻ കഴിയുന്നത്ര പരമാവധി ശ്രമിച്ചതാ, പക്ഷേ അവൻ്റെ മനസ്സ് മാറ്റാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാലും അച്ഛൻ പേടിക്കണ്ട, ഞാൻ മനീഷിനൊപ്പം ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരേ ഒരു ലക്ഷ്യം മഹേന്ദ്രൻ അച്ഛൻ്റെ സർവ്വസ്വത്തുക്കൾക്കും ഞാൻ മാത്രമായിരിക്കണം അവകാശിയെന്ന. മനീഷിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, പക്ഷേ ചന്ദ്രികയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് പേടിയാവുന്നത്. ഇത്രയും നാൾ നിനക്ക് തടസ്സം നിന്ന ചന്ദ്രികയെ മഹേഷ് തട്ടിക്കൊണ്ടുപോയല്ലോ. ഞാൻ ഇനി എന്തായാലും ചന്ദ്രികയെ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രികയെ പേടിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. മനീഷിനോട് വേണം ഇനി നീ സൂക്ഷിച്ചു പെരുമാറാൻ. അവനാണ് പ്രിയയുടെ അച്ഛൻ എന്ന് നിന്റെ വീട്ടുകാരറിഞ്ഞാൽ അവനെ കൊണ്ട് തന്നെ പ്രത്യേകിച്ചും അവനെ കല്യാണം കഴിച്ചു വിടുമോളെ. ഞാനാണോ അച്ഛാ അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്? അവനെങ്ങനെയോ എന്നെ കണ്ടുപിടിച്ച് ഇവിടം വരെ എത്തി. എനിക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ല. ശരി മോളെ, അവനെ ഓർത്ത് നീ ഇനി വിഷമിക്കണ്ട. നിൻ്റെ ജീവിതത്തിൽ നിന്ന് അവനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. അല്ല അച്ഛാ, ഇനിയിപ്പോൾ ചന്ദ്രികയെ മഹേന്ദ്രൻ അച്ഛനും സിദ്ധുവും ചേർന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നാലോ? ഞാനും അത് തന്നെയാണ് മോളെ ആലോചിക്കുന്നത്. ചന്ദ്രിക വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇനി വരാൻ പാടില്ല. അച്ഛൻ അത് തടയാൻ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും. ശരി മോളെ, അതിനി ഞാൻ നോക്കിക്കോളാം. ശരി അച്ഛാ, ഒരുപാട് സമയം ഇവിടെ നിൽക്കണ്ട, ഞാൻ പോകുന്നു. ശരി, നീ പോയിട്ട് വാ മോളെ എന്ന് പറഞ്ഞ് അവളെ അയക്കുകയാണ്. അപ്പോൾ അച്ഛൻ മനസ്സിൽ കാണുകയാണ്, ചന്ദ്രിക മടങ്ങി വന്നാൽ അത് മേഘയുടെ ജീവിതത്തെയാണ് ബാധിക്കുക. ചന്ദ്രികയുടെ കഥ അവിടെ വെച്ച് തന്നെ തീർക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചന്ദ്രികയെ കൊന്നാൽ ആ കുറ്റം മഹേഷിൽ ചാർത്തപ്പെടും. അവനായിരിക്കും പിന്നെ ജയിലിലേക്ക് പോകുന്നത്. സിദ്ധു ആണെങ്കിലോ ചന്ദ്രികയും മലരും സിദ്ധുവും ചേർന്നുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് നോക്കുകയാണ്. സിദ്ധു ഫോട്ടോസൊക്കെ നല്ല ഭദ്രമായിട്ട് ലവിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് നോക്കുന്നത്. അങ്ങനെയൊക്കെ ആക്കിയിട്ട് അവൻ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഫോട്ടോസൊക്കെ. ഒരു ഡയറി നിറയെ ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും മലരിൻ്റെയും ഫോട്ടോസാണ്. അതേസമയം തന്നെ സിദ്ധുവിൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരവും നോക്കുകയാണ്. അതായത് ചന്ദ്രികയുടെ കയ്യിലുള്ള മോതിരം സിദ്ധുവിൻ്റെ കയ്യിൽ ഇട്ടുകൊടുത്തതാണല്ലോ. ഈ മോതിരം ചന്ദ്രികയുടെ കയ്യിലുണ്ടായിരുന്നതാണല്ലോ. ഇതെങ്ങനെയാണ് എൻ്റെ കയ്യിൽ വന്നത്? ഞാൻ ബോധമില്ലാതെ കിടന്ന സമയത്ത് ചന്ദ്രിക എന്ത് തന്നെയാണ് ആണെങ്കിലും എന്നെ വന്ന് കണ്ടിരിക്കണം. ആ സമയത്തായിരിക്കും ചന്ദ്രികയുടെ വിരലിലുണ്ടായിരുന്ന ഈ മോതിരം എൻ്റെ കയ്യിൽ ചന്ദ്രിക ഇട്ട് തന്നിട്ടുണ്ടാവുക. സിദ്ധു അപ്പോൾ സങ്കടത്തോടെ ചന്ദ്രികയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ മോതിരം എൻ്റെ വിരലിൽ അണിയിച്ചു എന്ന് ഉണ്ടെങ്കിൽ ഈ മോതിരത്തിൻ്റെ പിന്നിൽ നീ എന്നെ അംഗീകരിച്ചു എന്നാണല്ലേ അർത്ഥം? നീ അണിയിച്ച ഈ മോതിരം എന്നെ അംഗീകരിച്ചു എന്നുള്ളതിനൊരു തെളിവാണ് ചന്ദ്രിക. പക്ഷെ പറയാണ് ചന്ദ്രികയോട്, സിദ്ധാർത്ഥിനൊപ്പം നീ ജീവിക്കില്ലെന്ന് അവനോട് പറയടി. എൻ്റെ ജീവൻ പോയാലും ഞാൻ അങ്ങനെ പറയില്ല. ചന്ദ്രികയെ ആ സമയം ഉണ്ടായ സംഭവം അവന് ഓർമ്മയിൽ വരികയാണ്. മഹേഷ് സിദ്ധുവിൻ്റെ കഴുത്തിൽ പിടിച്ച കാര്യം. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഏയ് അദ്ദേഹത്തെ വിട്. കാരണം സിദ്ധു സാറിന് ഇനി ഒരു കഷ്ടവും വേണ്ട. ഞാൻ അദ്ദേഹത്തെ മറന്നോളാം. മോതിരം കയ്യിൽ പിടിച്ചതിന് ശേഷം സിദ്ധുവിന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരികയാണ്. എന്നിട്ട് സിദ്ധു മനസ്സിൽ പറയാണ്, മലരിനെയും നിന്നെയും ലോകത്ത് ഏത് കോണിൽ മഹേഷ് ഒളിപ്പിച്ചാലും ഞാൻ വന്ന് കണ്ടുപിടിക്കും. എൻ്റെ അടുത്ത് നിന്ന് നിങ്ങളെ പിരിക്കാൻ മഹേഷിന് ഒരിക്കലും കഴിയില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം അത് നടക്കില്ല. സിദ്ധു ആ മോതിരം അവൻ്റെ വിരലിൽ തന്നെ ഇട്ടു. അതിനൊരു മുത്തവും കൊടുത്തു. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്ര സാറിനെയാണ്. മഹേന്ദ്രൻ സാർ ഒരിടത്തിരുന്ന് കരയുകയും വിഷമിക്കുകയും ചെയ്യാണ്. അപ്പോഴാണ് അവിടേക്ക് സിദ്ധു വരുന്നത്. അങ്കിളെ. മോനെ സിദ്ധു, ചന്ദ്രികയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ജോയിൻറ്റ് കമ്മീഷണറെ വിളിച്ചോ? ഇല്ല അങ്കിളെ. CCTV ഫുട്ടേജ് വെച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അവർ കണ്ടുപിടിക്കും എന്നാണ് പറഞ്ഞത്. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. സിദ്ധാർത്ഥ്, ചന്ദ്രികയെയും മലരിനെയും മഹേഷ് ഉപദ്രവിക്കൊന്നുമില്ലല്ലോ അല്ലേ? അല്ലേ, ഒന്നും സംഭവിക്കരുത് എന്ന് തന്നെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. മഹേന്ദ്ര സാർ ദേഷ്യത്തോടെ പറയാണ്, അവനെ എങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ വെട്ടി നുറുക്കും അവനെ. എത്ര ധൈര്യം ഉണ്ടായിട്ടാ അവൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ചന്ദ്രികയെയും മലരിനെയും കൂട്ടി രക്ഷപ്പെട്ടത്?
ഭാഗ്യം കൊണ്ട് ഭഗവാനായിട്ട് ഞങ്ങളെ അവിടേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നെങ്കിൽ ചന്ദ്രികയെയും മലരിനെയും കൂടി രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇത് പറയാണ്, ധൈര്യമായിരിക്കെ. അപ്പോഴാണ് മേഘയും മുത്തശ്ശിയും അവിടേക്ക് വന്നത്. മേഘ വിളിക്കുകയാണ്, അച്ഛാ, ഇന്നലെ മുതൽ ഒന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അച്ഛൻ വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറയും. ഇങ്ങനെ ഇരുന്നാൽ അമ്മയുടെ ആരോഗ്യം ഇല്ലാതാവും. മുത്തശ്ശി പറയാ, എടാ മഹീന്ദ്ര, എന്തിനാ ലക്ഷ്മി ചന്ദ്രികയ്ക്കും മലരും വേണ്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? ചന്ദ്രിക ഈ വീട്ടിൽ ജോലിക്ക് വന്നവളാ. സ്വന്തം മോൾക്ക് വേണ്ടി വ്രതമെടുത്താൽ മനസ്സിലാക്കാം. പക്ഷേ എല്ലാവരും പരസ്പരം നോക്കുകയാണ് മുത്തശ്ശിയുടെ സംസാരം കേട്ടിട്ട്. സിദ്ധുവും മഹേന്ദ്ര സാറും മേഘയും ഒക്കെ. അവൾ ഏതോ ഒരുത്തി, അവൾക്ക് വേണ്ടി ലക്ഷ്മി ഇങ്ങനെ വിഷമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സിദ്ധു അപ്പം പറയാണ്, മുത്തശ്ശി, ഞങ്ങൾ ചന്ദ്രികയെയും മലരിനെയും കാണാത്തതിൻ്റെ വിഷമത്തിലാ. മുത്തശ്ശി പുച്ഛത്തോടെ മൂളുകയാണ്. അപ്പോൾ സിദ്ധു വീണ്ടും പറയാണ്, അതുകൊണ്ട് ആവശ്യമില്ലാതെ സംസാരിച്ച് വഷളാക്കരുത്. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് മൂക്കിന് തുമ്പത്ത് ദേഷ്യം വരും. മഹീന്ദ്ര, ലക്ഷ്മി ഒന്നും കഴിക്കാത്തതിൻ്റെ വിഷമം കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത്. നീ വന്ന് ലക്ഷ്മിയോട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പറയും, എന്നാലേ അവൾ കഴിക്കൂ. പൂജാ റൂമിൽ ഇരിപ്പുണ്ട്, വാ. ഇനി മഹേന്ദ്ര സാറ് മുത്തശ്ശിക്കൊപ്പം പോവുകയാണ് പൂജാമുറിയിലേക്ക്. പിന്നാലെ മേഘയും സിദ്ധുവും പോകുന്നു. ലക്ഷ്മി പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഒരേ പ്രാർത്ഥനയിലാണ് ചന്ദ്രികയ്ക്കും മലരിനും വേണ്ടി. മഹേന്ദ്ര സാറ് വിളിക്കുകയാണ്, ലക്ഷ്മി. അപ്പോഴാണ് ലക്ഷ്മി കണ്ണു തുറന്ന് നോക്കുന്നത്. അപ്പോൾ മഹേന്ദ്ര സാറ് പറയാണ്, നീ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, എന്താ ഒന്നും കഴിക്കാത്തത്? ചന്ദ്രികയും മലരും എവിടെയാ ഉള്ളത് എന്ന് പോലും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് കഴിക്കാൻ പറ്റുന്നത്? അത് കേട്ട് മേഘയും മുത്തശ്ശിയും ഒന്ന് ഷോക്കടിച്ചതുപോലെയായി. മഹേന്ദ്ര സാർ പറയാണ്, ചന്ദ്രികയെയും മലരിനെയും എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് കണ്ടുപിടിക്കും. മഹേഷിൻ്റെ കയ്യിൽ നിന്നും ഉറപ്പായും അവരെ രക്ഷിക്കും. എനിക്കെന്തോ പേടി തോന്നുക, അവനൊരു ദ്രോഹിയാ. അവരെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു പേടി തോന്നുക. ലക്ഷ്മി, എല്ലാത്തിനും ഭഗവാനുണ്ട്, നീ ഒന്നുകൊണ്ടും ഓർത്ത് വിഷമിക്കണ്ട. അമ്മയോട് എന്തെങ്കിലും കഴിക്കാൻ പറയൂ, ഇങ്ങനെ ഒന്നും കഴിക്കാതിരിക്കല്ല എന്ന്. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ അമ്മയുടെ ശരീരം വളരെ വീക്കായി പോവും. ലക്ഷ്മി, ചന്ദ്രികയും മലരും ഉറപ്പായും വരും, നീ എന്തെങ്കിലും കഴിക്ക്. ആദ്യം നീ വന്ന് ഭക്ഷണം കഴിക്ക്. ഇല്ല ഏട്ടാ, ഞാൻ ചന്ദ്രികയും മലരും ഈ വീട്ടിൽ വന്നല്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്നാണ് ദൈവത്തോട് നേർച്ച. വന്നാലേ ഞാൻ എൻ്റെ വ്രതം അവസാനിപ്പിക്കൂ. അത് കേട്ട് മുത്തശ്ശി മേഘയോട് നോക്കിയിട്ടൊന്ന് മൂളാണ്. എങ്കിൽ എൻ്റെ ജീവൻ പോകുന്നത് വരെ ഞാൻ വ്രതം അനുഷ്ഠിക്കുക തന്നെ ചെയ്യും. എന്താ ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉറപ്പായും ചന്ദ്രികയെയും മലരിനെയും മഹേഷിൽ നിന്ന് പോലീസ് രക്ഷിക്കും. സമാധാനമായിരിക്കെ, വാ. കുറച്ച് എന്തെങ്കിലും കഴിക്ക്, വാ. ഏട്ടാ, എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും ഈ വീട്ടിൽ വന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വ്രതം അവസാനിപ്പിക്കൂ എന്ന്. അതിനു മുമ്പ് എൻ്റെ ജീവൻ പോയാലും ശരി, ഞാൻ എൻ്റെ വ്രതം അവസാനിപ്പിക്കില്ല. സിദ്ധു പറയാണ്, ആൻറ്റി, അവർക്ക് ഒന്നും സംഭവിക്കില്ല. ആൻറ്റി ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേ. അവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മോനെ. ഞാൻ പച്ചവെള്ളം കുടിച്ചാലും അത് ചന്ദ്രികയുടെ കൈ കൊണ്ട് മാത്രമേ കുടിക്കൂ. മുത്തശ്ശി മേഘയോട് പറയാണ്, വാ എന്ന് പറഞ്ഞ് മേഘയുടെ കൈയും പിടിച്ച് പോവാണ്. വരുന്ന വഴി മേഘയോട് പറയാണ്, ലോകത്തില്ലാത്ത അത്ഭുതങ്ങളൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത്. ഒരു ജോലിക്കാരിക്ക് വേണ്ടി ആരെങ്കിലും ഇങ്ങനെ വ്രതം ഇരിക്കുമോ? എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നു മേഘ. ചന്ദ്രികയാണ് മകളെന്ന് ഇവരെങ്ങാനും അറിഞ്ഞിരിക്കുമോ? മേഘ പറയാ, അറിഞ്ഞിരുന്നെങ്കിൽ അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാമായിരുന്നില്ലേ? അതാ എനിക്കും മനസ്സിലാവാത്തത്. അറിഞ്ഞു എന്നും തോന്നുന്നു, അറിഞ്ഞില്ല എന്നും തോന്നുന്നു. എല്ലാം സാക്ഷാൽ ഭഗവാൻ മാത്രമേ അറിയൂ. നീ വാ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി പോവാണ്. ലക്ഷ്മി വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ മുഴുകി. മനോഹർ പറഞ്ഞയാൾ, അതായത് മഹേഷിൻ്റെ ഫ്രണ്ട് അവിടെ എത്തി. എന്നിട്ട് കാറിൽ വന്നിറങ്ങിയിട്ട് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു മഹേഷും ചന്ദ്രികയും മലരും. അപ്പോൾ അയാൾ ഫോൺ ചെയ്തിട്ട് പറയാണ്, ഞാനിതാ ഇവിടെ എത്തി, ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്ക്. ഹായ്. അവരെയും കൂട്ടി ഇങ്ങോട്ട് വന്ന് കാറിലോട്ട് കയറ്. ശരി. ഏയ് ചന്ദ്രികയെ, എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് അതിൽ കയറി പോകാം. അമ്മേ, വേണ്ടമ്മേ, വാ അമ്മേ, നമുക്ക് പോകാം അമ്മേ ഇവിടുന്ന്. നമുക്ക് മുത്തശ്ശൻ്റെ വീട്ടിൽ തന്നെ പോകാം. മഹേഷ് ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശൻ്റെ വീട്ടിൽ പോകാനോ? ദേ നോക്ക്, മുത്തശ്ശൻ്റെ വീട്ടിലൊന്നും പോകാൻ പറ്റില്ല. ഇനി നമ്മൾ 3 പേരും ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ചന്ദ്രികയെ വീട്ടിലെത്തുന്നത് വരെ വായടച്ചിരുന്നോളണം. സിദ്ധാർത്ഥ് ഇപ്പോഴും അവിടെ എൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. നീ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ അവൻ്റെ തല ചിതറും. മര്യാദയ്ക്ക് വന്ന് കാറിൽ കയറ്, വാ. ചന്ദ്രിക അപ്പം പറയാണ്, ഞങ്ങൾ 2 പേരും ഇപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ, പിന്നെ എന്തിനാ അദ്ദേഹത്തെ കെട്ടിവെച്ച് കഷ്ടപ്പെടുത്തുന്നേ?
ആദ്യം അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞുവിട്. അവനെ എപ്പോൾ വിടണമെന്ന് എനിക്കറിയാം. നീ വായടച്ച് വണ്ടിയിൽ കയറ്. അമ്മേ വേണ്ട അമ്മേ, എനിക്ക് പേടിയാവുന്നമ്മേ. അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അറിയല്ലേ മലർ, സിദ്ധു സാറിനെ രക്ഷിക്കാൻ ഇതല്ലാതെ അമ്മയുടെ മുമ്പിൽ വേറെ വഴിയില്ല. ഇവൻ നമ്മുടെ തലയിൽ എന്താണോ എഴുതിയത് അതുപോലെയല്ലേ നടക്കൂ. മോളെ വാ. മഹേഷ് അവനെ കണ്ടപ്പോൾ തന്നെ ഹേയ് ദിലീപ്, സുഖം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ശരി, നിന്റെ ഭാര്യയോടും കുഞ്ഞിനോടും കാറിൽ കയറാൻ വേണ്ടി പറയൂ. ശരി, നമുക്ക് പോകാം. പറഞ്ഞത് കേട്ടില്ലേ, വണ്ടിയിൽ കയറ്. ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? മഹേഷ് കാറിൽ എങ്ങോട്ടോ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ, അതായത് ദിലീപ്, മഹേഷിൻ്റെ കൂട്ടുകാരൻ, കണ്ണാടിയൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. അവിടെ എത്തി അങ്ങനെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അവൻ ദിലീപ് പറയാണ്, മഹേഷേ, ഇതാണ് നമ്മുടെ വീട്, റൂമൊക്കെ റെഡി ആയിട്ടുണ്ട്. നീ നിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിയിട്ട് വാ. ശരി, നീ പോയിക്കോ, ഞാൻ വരാം. രണ്ടുപേരും ഇറങ്ങി വാ. അപ്പോൾ മലർ പറയാണ്, അമ്മേ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല അമ്മേ. വാ അമ്മേ, നമുക്ക് പോകാം അമ്മേ. നമുക്ക് മഹേന്ദ്രൻ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോകാം. എന്തേ, മഹേന്ദ്രൻ മുത്തശ്ശനോ? നോക്ക്, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. എല്ലാം മറക്കണം, മനസ്സിലായോ? ഇതാണ് നമ്മുടെ വീട്. നമ്മൾ 3 പേരും ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്, മനസ്സിലായോ? മിണ്ടാതെ എൻ്റെ കൂടെ വന്നോളണം. ഇറങ്ങ്. അറിയാതെടാ, അമ്മയില്ലേ കൂടെ. ധൈര്യമായിട്ടിരിക്കടാ മലർ. ഇറങ്ങാം. ശരി ശരി, വാ ഇങ്ങോട്ട്. നടക്ക്, പെട്ടെന്ന് കയറ്. കയറിക്കോ മഹേഷ്. വീട് കൊള്ളാമല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പോയി വാങ്ങിച്ചു കൊണ്ടുതരാം. മഹേഷിനോട് പറയാണ് കൂട്ടുകാരൻ. പേടിക്കാനൊന്നുമില്ല, ഇത് സേഫായ സ്ഥലമാണ്. ശരി. ഈ സ്ഥലം ആരും അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിച്ച് വരില്ല. താങ്ക്സ് ഡാ. ശരി, താക്കോൽ പിടിച്ചോ. ശരി മഹേഷ്, ഞാൻ ഇറങ്ങുന്നു. ചന്ദ്രികയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ ഇറങ്ങുകയാണ്. അവൻ്റെ ആ കള്ളച്ചിരിയും നോട്ടവും കണ്ടപ്പോൾ തന്നെ ചന്ദ്രിക വല്ലാതായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.